നേരം പുലരുമ്പോൾ നമ്മുടെ പരിസരങ്ങൾ വൃത്തിയാക്കാൻ വരുന്ന കിളികളും കാക്കകളും എല്ലാം കൂട്ടിൽ നിന്ന് പോരുമ്പോൾ കൂട് അനാഥമാകുന്നു എന്ന് പറയുന്നത് പോലെ അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടമ്മമാരും അല്ലേ. എല്ലാവരും സ്കൂളിലേക്കുള്ളവർ സ്കൂളിലേക്ക് പോയി, ജോലിക്ക് പോകുന്നവർ ജോലിക്കും പോയി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഒറ്റയ്ക്കാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് മിണ്ടിയും പറഞ്ഞു ഒക്കെ ഇരിക്കാനും സ്നേഹം പങ്കുവെക്കാനും ഒക്കെ ഒരാളുണ്ടെങ്കിൽ നല്ലതല്ലേ. എനിക്ക് കിട്ടിയേട്ടോ ഒരു മുതലിനെ സ്നേഹം പങ്കുവെക്കാനും മിണ്ടിയും പറഞ്ഞു ഒക്കെ ഇരിക്കാനും ഒക്കെ ആയിട്ട്. ഈ കുരുപ്പ് ഭയങ്കര കുരുത്തക്കേടാണ് കേട്ടോ. അപ്പോൾ രേഷ്മയാണേ, നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരെയും എൻ്റെ പുതിയ വിശേഷത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഇതിപ്പോൾ രാവിലെയാണ് കേട്ടോ. രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിക്കാം, പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാമെന്ന് കരുതി. പാർത്തമോന് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ടുള്ളത് വാഴയ്ക്ക തോരനും മീൻ വറുത്തതും ഒക്കെ ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അണ്ണൻ പോയി, അണ്ണന് വെളുപ്പിനേ പോകണമായിരുന്നു, അതുകൊണ്ട് അണ്ണൻ അങ്ങ് പോയിട്ടുണ്ട്. അപ്പോൾ പാർത്തമോന് കൊടുക്കാൻ വേണ്ടി എല്ലാം സെറ്റാക്കി ഞാൻ കേട്ടോ. അങ്ങനെ ഇപ്പം മെയിനായിട്ടും എൻ്റെ വ്ളോഗിനകത്ത് ഇവളെ നിങ്ങൾക്ക് കാണാം. കാരണം ഇവളെ അത്രയ്ക്കും എനിക്ക് ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗമായി കഴിഞ്ഞു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇവളുടെ കളിയും ഓട്ടവും ചാട്ടവും എല്ലാം രസമാണ് കേട്ടോ. നമുക്ക് സമയം പോകുന്നേ അറിയത്തില്ല. അങ്ങനെ പിന്നെ ഞാൻ അവന് കൊണ്ടുപോകാൻ വേണ്ടി ചമ്മന്തി അരച്ചായിരുന്നു, മീനൊക്കെ വറുത്ത് കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ചോറുണ്ട്, പിന്നെ നമുക്കതാ പയർ പോലും നമ്മുടെ വാഴക്കായ തോരൻ വെച്ചതുണ്ടായിരുന്നു കേട്ടോ. പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പെണ്ണ് എന്തുവാ? അതുകൊണ്ട് അങ്ങോട്ട് നോക്കാം. അപ്പൊ വീഡിയോ പിടിക്കുന്നുണ്ടോ? ഞാൻ അങ്ങോട്ട് നോക്ക്. നോക്കണ്ടായോ? ആ തേങ്ങയില്ലാത്ത കൂട്ട് എനിക്കാ. തേങ്ങയില്ലാത്ത കൂട്ട് എനിക്ക്. അയ്യോ, എന്നെ കടിക്കുന്നേ, എന്നെ നക്കുന്നേ, എന്നെ കടിക്കുന്നേ. രാവിലത്തെ ബഹളവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി കേട്ടോ. അപ്പോൾ സമയം ഒരു 8-8:30 ആയി. അപ്പം ഞാൻ കരുതി എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് കഴിച്ചേക്കാം. കഴിച്ചിട്ട് പിന്നെ തുണി അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പം അത് ചെയ്യാമെന്ന് കരുതി. പിന്നെ അപ്പം പുട്ടും പഴമായിരുന്നു. ഇത് നമ്മുടെ മറ്റേ ചമ്പാവരി പുട്ടുണ്ടല്ലോ, അതാണ്. അപ്പോൾ അത് കഴിക്കുകയാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വിശേഷത്തിലേക്ക് കിടക്കാം. ഇനിയിപ്പോൾ നമ്മളുടെ വ്ളോഗിനകത്തെ മെയിൻ താരം ഇവളായിരിക്കും കേട്ടോ. ഇവളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കമൻറ്റൊക്കെ ഇട്ടോളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ആയെന്നോ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ലെന്നോ ഒക്കെ കമൻറ്റ് ഇട്ടോളൂ. കുഞ്ഞാണ് കേട്ടോ, കുഞ്ഞു മാവയാണ് കേട്ടോ. 2 മാസമേ ആയിട്ടുള്ളൂ. വലിപ്പം തോന്നിക്കുമെങ്കിലും ഇവൾ കുഞ്ഞാണ്. എപ്പോഴും വെളിയിലിറങ്ങണം. വെളിയിലിറങ്ങിയാലോ അറിയാത്തവരെ കണ്ടാൽ പോലും അവരുടെ കൂടെ അങ്ങ് പോവും. ഇപ്പം ഞാൻ ആ ജനൽ തുറന്നിട്ട് അകത്ത് വെച്ചതാണ്, അവിടെ ഇരുന്നുകൊണ്ട് ആൾക്കാരെ കാണട്ടെന്ന് കരുതി. ഞാൻ പിന്നെ വന്ന് നോക്കിയപ്പോൾ ജനലിന് വെളിയിൽ ഇറങ്ങിയിരിക്കുന്നു. ആരെങ്കിലും വിളിച്ചാലങ്ങ് പോവും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവളുടെ കൂടെ നിൽക്കാം. അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങ് കൊണ്ടുപോയാൽ ഇത്തരം പൂച്ചയൊക്കെ കിട്ടാൻ നല്ല പൈസ കൊടുക്കണ്ടേ. അതുകൊണ്ട് ഞാൻ ഇവളുടെ കൂടെ നടക്കുക കേട്ടോ. ഞങ്ങൾ ആരെങ്കിലും വെളിയിൽ ഇറങ്ങുവാണെങ്കിൽ മാത്രമേ ഇവളെ വെളിയിൽ ഇറക്കത്തുള്ളൂ. പിന്നെ എൻ്റെ തുണി കഴുകലൊക്കെ എല്ലാം കഴിഞ്ഞു. ഞാനൊന്ന് ഉറക്കമൊക്കെ കഴിഞ്ഞു. വൈകുന്നേരമായി. അപ്പം നമുക്കിനി മീൻകറി വെക്കണം. എല്ലാവരും സ്കൂളിൽ പോയവരും ജോലിക്ക് പോയവരും ഒക്കെ വരാറായി. അപ്പം മീൻകറി വെക്കണം. അതിനായി ഞാൻ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും തക്കാളിയും അരിഞ്ഞു. പിന്നെ മെയിനായിട്ട് ഞാനത് ചേർക്കേണ്ട മുളക് എടുത്തില്ലായിരുന്നു. പിന്നെ ഇത് നമ്മുടെ മീനാണ് കേട്ടോ. ഞാനിങ്ങനെ മീൻ തോനയും കിട്ടുമ്പം വൃത്തിയാക്കി ഇതേ ഉണക്കുള്ള ടിന്നിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചേക്കാം. അപ്പം നമുക്കെപ്പോഴും മീൻ നന്നായിട്ട് തന്നെ ഇരിക്കും. പിന്നെ ഞാൻ പോയി പച്ചമുളക് എടുത്തുകൊണ്ട് വരട്ടെ എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നമുക്ക് പിന്നെ മീൻകറി വെക്കാൻ തുടങ്ങാം. ചട്ടി വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക. അതിലേക്ക് ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് കഴിയുമ്പം അതിൻ്റെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വാട്ടി കഴിയുമ്പോൾ പിന്നെ അതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാളയും കുറച്ച് ശകലം ഉപ്പ് ചേർക്കണം കേട്ടോ. അപ്പോൾ സവാള പെട്ടെന്ന് വഴണ്ടി വരും. പിന്നെ അതിലേക്ക് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എങ്കിലും ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ തക്കാളി ഇട്ട് കൊടുക്കുക.
തക്കാളി ഇട്ടിട്ട് ഒന്ന് അടച്ച് വെക്കണം കേട്ടോ. അടച്ച് വെച്ച് കഴിയുമ്പോൾ തക്കാളി ഇതേപോലെ ഒന്ന് വെന്തുടയും. അത് കഴിയുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മീൻ കറിക്കുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കുരുമുളക് പൊടി. നമുക്ക് മീനാണെങ്കിൽ കേരച്ചൂരയായിരുന്നു കിട്ടിയിരുന്നത്. അപ്പോൾ അത് മുളകിട്ട് കറി വെക്കാനപ്പം അതിന് കുരുമുളക് പൊടിയൊക്കെ നന്നായിട്ട് ചേർക്കണമല്ലോ. എന്നിട്ട് നന്നായിട്ട് പൊടിയൊക്കെ മൂത്ത് കഴിയുമ്പം ആവശ്യത്തിനുള്ള വെള്ളം വെക്കുക. പിന്നെ അരപ്പ് തിളയ്ക്കാൻ നിന്നില്ല. അതിന് മുമ്പായിട്ട് തന്നെ ചൂടായപ്പോഴത്തേക്കിനും ഞാൻ അതിനകത്തേക്ക് മീൻ കഷ്ണം പറക്കിയിട്ട്, കാരണം ഇത് നല്ല കട്ടിയുള്ള മീനല്ലേ, അപ്പോൾ ഇത് വെന്ത് വരാൻ ഇച്ചിരി താമസം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അരപ്പ് തിളയ്ക്കാൻ നിന്നില്ല. പിന്നെ അതിലേക്ക് മീനും പറക്കിയിട്ട് കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് അടച്ചു വെച്ച് വേവിക്കുക. ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് CD കാരലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ തലയും കുറച്ച് ഭാഗങ്ങൾ മാത്രം വറക്കാനായിട്ട് അരപ്പ് ചേർത്തതാണേ. അപ്പോൾ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് പറക്കിയിട്ട് വറുത്തെടുക്കാം. ഇതുകൂടി കഴിഞ്ഞാൽ പിന്നെ ഇനി അടുക്കള എപ്പിസോഡ് കഴിഞ്ഞ കേട്ടോ. പിന്നെ ഇനി ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ കുളിക്കണം. പിന്നെ നമ്മുടെ വിളക്ക് വെക്കാനുള്ള പരിപാടീസൊക്കെ നോക്കണം. എൻ്റെ വീഡിയോ പിടിക്കുന്ന സ്റ്റാൻഡാണ്. ഇല്ല കുരുത്തം കെട്ട പുഴു തള്ളിയിട്ട് പൊട്ടിച്ചതാണ്. അവൾ ഭയങ്കര കുരുത്തക്കെട. ഫോണും ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഫോണിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എന്തായാലും കിട്ടിയിട്ടുണ്ട്. അപ്പം ഇവളുടെ വിശേഷങ്ങളും എൻ്റെ വിശേഷങ്ങളും ഒക്കെ ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഈ ഒരു കുഞ്ഞു വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ഈ വ്ലോഗ് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിൽ കൂടെ അറിയിക്കുക. അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ, ടാറ്റ.